IAS അഥവാ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൻ്റെ നട്ടെല്ല് എന്നാണ്. ഓരോ വർഷവും 10 ലക്ഷത്തോളം ആളുകളാണ് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതുന്നത്. അതിൽ ഏകദേശം 1000 പേര് മാത്രമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത്. അതായത് 0.1% ആളുകൾ മാത്രമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടുന്നത്. അതിൽ തന്നെ ഏറ്റവും ഉയർന്ന റാങ്ക് നേടിയ 150 മുതൽ 180 പേരൊക്കെയാണ് സാധാരണയായിട്ട് IAS എന്ന ഈ ഒരു സർവീസിൽ എത്തിച്ചേരുന്നത്. ഇത്രയധികം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സോട്ട് ആഫ്റ്റർ ആയിട്ടുള്ള ഒരു സർവീസായി IAS മാറുന്നതിൻ്റെ കാരണം എന്താണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത്? ഒരാൾ IASൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ട്രെയിനിങ് എങ്ങനെയാണ്, അയാളുടെ പോസ്റ്റിങ്ങുകളും ഹൈറാർക്കികളും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഈ ഒരു ജോലിയുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്താണ്, എന്തുകൊണ്ടാണ് ഈ IAS ഒരു ഗ്ലാമറസ് ജോബായി മാറുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ആളുകൾ മുന്നോട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടി ഇന്നത്തെ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഒരു സ്പെഷ്യൽ മെൻഷൻ കൂടെയുണ്ട്. ഈ ഒരു വീഡിയോയുടെ കണ്ടന്റുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും തീർത്തു തരികയും IAS എന്ന സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്ത് നമ്മളെ ഇന്ന് സഹായിച്ചിരിക്കുന്നത് 2018 ബാച്ച് IAS ഉദ്യോഗസ്ഥനും ഇപ്പോൾ തമിഴ്നാട് വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ബോർഡിൻ്റെ ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള എല്ലാത്തിനുമൊപ്പം കോളേജിൽ എൻ്റെ ക്ലാസ്മേറ്റുമായിരുന്ന ശ്രീ ആനന്ദ് മോഹൻ IAS ആണ്. ഈ ചാനലിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ഈ IAS എന്ന സർവീസിനെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു ഓൾ ഇന്ത്യ സർവീസാണ്. ഇന്ത്യയിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഈ 3 സർവീസുകളെയാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് വിളിക്കുന്നത്. അതിന് കാരണം ഈ ഉദ്യോഗസ്ഥരെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. പക്ഷേ അവർ ജോലി ചെയ്യുന്നത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലായിരിക്കും. അതുകൊണ്ടാണ് അവരെ ഓൾ ഇന്ത്യ സർവീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, ഈ 2 സർക്കാരുകളുടെയും കീഴിൽ ജോലി ചെയ്യുമ്പോൾ ആർക്കാണ് ഇവരുടെ മുകളിൽ കൂടുതൽ അധികാരങ്ങളുള്ളത്? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ IAS ഉദ്യോഗസ്ഥരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. മാത്രമല്ല അവരുടെ എല്ലാ സർവീസ് റെക്കോർഡുകളും കീപ്പ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ആണ്. അവരുടെ മുകളിലുള്ള കൃത്യമായിട്ടുള്ള അധികാരങ്ങൾ വരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് എന്ന് കാണാം. എന്നാൽ ഈ IAS ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് ഇവരുടെ മുകളിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഉണ്ടെന്ന് കാണാം. അതായത് ഇവർ എവിടെ ജോലി ചെയ്യണം, ഏത് പൊസിഷനിൽ ജോലി ചെയ്യണം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യണം, ഇവരുടെ ട്രാൻസ്ഫറുകൾ എങ്ങനെയാണ് നടക്കുന്നത് മുതലായ കാര്യങ്ങൾ, മാത്രമല്ല ഇവരുടെ സാലറി കൊടുക്കുന്നതൊക്കെ അതത് സംസ്ഥാന സർക്കാരുകളാണ് എന്ന് കാണാം. ഇനി ഈ IAS ഉദ്യോഗസ്ഥരുടെ മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ അത്തരം കാര്യങ്ങളെ ഇനീഷ്യേറ്റ് ചെയ്യാൻ മാത്രമേ സംസ്ഥാന സർക്കാരുകൾക്ക് സാധിക്കുകയുള്ളൂ. അവരെ വേണമെങ്കിൽ സ്ഥലം മാറ്റാനോ അവരോട് അവധിയിൽ പ്രവേശിക്കാൻ പറയാനോ അവരെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യാനോ ഒക്കെ സംസ്ഥാന സർക്കാരുകൾക്ക് സാധിക്കുകയുള്ളൂ. ഇത്തരം കാര്യങ്ങളിലെ അന്തിമ തീരുമാനമെടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ് എന്ന് കാണാം. അപ്പോൾ അവരെ ഡിസ്മിസ് ഒക്കെ ചെയ്യണമെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തോടു കൂടി മാത്രമേ പറ്റുകയുള്ളൂ. അതോടൊപ്പം പ്രസിഡൻറ്റിൻ്റെ ഒരു ഓർഡറും വേണം. അതുകൊണ്ട് തന്നെ ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ ജോലിക്കൊക്കെ കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ IASൻ്റെ ഒരു ചരിത്രമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ കേവലം 6-7 ഉദ്യോഗസ്ഥരെ മാത്രമേ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു IAS ഉദ്യോഗസ്ഥൻ ഭൂരിഭാഗം സമയവും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കും ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തി IAS എന്ന സർവീസിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കേഡർ അലോക്കേഷനാണ്. ഒരു കേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനമോ ഒന്നിലധികം സംസ്ഥാനങ്ങളോ ആണ് അതിനകത്ത് വരുന്നത്. ആ കേഡറിലായിരിക്കും ഒരു IAS ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ കേഡർ അലോക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനു വേണ്ടിയിട്ട് ഈ പരീക്ഷ UPSC സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന സമയത്ത് തന്നെ ഈ ഉദ്യോഗസ്ഥർ അവരുടെ പ്രിഫറൻസുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കേഡറുകൾ വെറുതെ ലിസ്റ്റുകളായിട്ട് കൊടുക്കുകയല്ല, ഇതിനെ 5 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ സൗത്ത് സോൺ നോക്കുകയാണെങ്കിൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, ഇങ്ങനെ 5 കേഡറുകളാണ് ഈ സൗത്ത് സോണിൽ വന്നിരിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് ഓരോ സോണുകളുടെയും പ്രിഫറൻസ് കൊടുക്കണം. അതിനുശേഷം ഈ ഓരോ സോണുകളിലുള്ള കേഡറുകൾക്കുള്ള പ്രിഫറൻസ് കൊടുക്കണം. ഇവർ പരീക്ഷ എഴുതി കഴിയുമ്പോൾ കേഡർ അലോക്കേഷൻ്റെ സമയത്ത് ഇവരുടെ ഒന്നാമത്തെ പ്രിഫറൻസിലുള്ള സോൺ ഏതാണെന്ന് നോക്കും. അതിൽ ഒന്നാമത്തെ പ്രിഫറൻസിലുള്ള കേഡർ ഏതാണെന്ന് നോക്കും. അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ സോണിലേക്കാണ് പോകുന്നത്. അവിടെ ഒന്നാമത്തെ പ്രിഫറൻസ് ഏതാണെന്ന് നോക്കും. ഇങ്ങനെ എല്ലാ സോണുകളും കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒന്നാമത്തെ പ്രിഫറൻസ് ഉള്ള സോണിലെ രണ്ടാമത്തെ പ്രിഫറൻസ് ഉള്ള കേഡറിലേക്ക് വരുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നറിയാം. പക്ഷേ ഈ IAS എന്ന സർവീസിൻ്റെ ആ ഒരു ഓൾ ഇന്ത്യ നേച്ചർ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം പിന്തുടരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. എന്നാൽ
ഒരു കേഡർ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ പ്രിഫറൻസ് മാത്രമല്ല നോക്കുന്നത്, ആ ഒരു കേഡറിൽ ആ ഒരു വർഷം എത്ര IAS പോസ്റ്റുകളുടെ ഒഴിവുണ്ടെന്ന് നോക്കും. അതുപോലെ തന്നെ അതിൽ എത്ര പേര് ഇൻസൈഡർമാരെ അപ്പോയിൻറ്റ് ചെയ്യണം, അതേ കേഡറിൽ നിന്നുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യണം, എത്ര പേരെ ഔട്ട്സൈഡർമാരെ അപ്പോയിൻറ്റ് ചെയ്യണം, അതിനകത്ത് എത്രത്തോളം റിസർവേഷൻ വരുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമാണ് ഓരോ IAS ഉദ്യോഗസ്ഥനും അവരുടെ കേഡറുകൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഉദ്യോഗസ്ഥൻ സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടി IASലേക്ക് എത്തിക്കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ ഹോം കേഡറിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് കേഡർ അലോക്കേഷൻ. ഇനി ഇതിന് ശേഷം ഇവരുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇവരുടെ ട്രെയിനിങ് എന്ന് പറയുന്നത്. എല്ലാ മേഖലകളിലും കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഈ ഉദ്യോഗസ്ഥർ അവരുടെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ട്രെയിനിങ്ങിൻ്റെ 1ാം ഘട്ടം എന്ന് പറയുന്നത് 100 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സ് നടക്കുന്നത് ഉത്തരാഖണ്ഡിലെ മസൂറിയിലുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷനിലാണ്. പണ്ട് കാലത്ത് ന്യൂഡൽഹിയിലുള്ള മെറ്റ്കാഫ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിങ്ങിലായിരുന്നു ഇത് നടന്നിരുന്നത്. എന്നാൽ പിന്നീട് തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഈ മസൂറി പോലുള്ളൊരു സ്ഥലത്തെ ഒരു ഹോട്ടൽ ബിൽഡിംഗ് ഗവൺമെൻറ് വാങ്ങുകയും അതിനെ റെനോവേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു അക്കാഡമിയാക്കി മാറ്റുകയുമാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഈ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇത് IASകാർക്ക് മാത്രമല്ല, എല്ലാ സർവീസിലുമുള്ളവർക്ക് ഇതൊരു കോമൺ ട്രെയിനിങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കോമൺ ട്രെയിനിങ് നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഒരേ ബാച്ചിൽ വിവിധ സർവീസിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ബാച്ച് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ഉദ്യോഗസ്ഥരെല്ലാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലായിരിക്കും ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട് കൃത്യമായി പുരോഗതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം. അപ്പോൾ ആ ഒരു യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഫൗണ്ടേഷൻ കോഴ്സ് ഇങ്ങനെ നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഭാഗമായി എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ക്ലാസ് റൂം പ്രോഗ്രാമുകളുണ്ട്. പല വിഷയത്തിലും കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ ഇവർക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇൻഡിവിജ്വലും ഗ്രൂപ്പായിട്ടുമുള്ള പല ആക്ടിവിറ്റികളും ഇവരെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 10-15 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള റിമോട്ടായിട്ടുള്ള വില്ലേജുകളിലേക്ക് അയക്കുകയും അവരോടൊപ്പം 10-15 ദിവസം താമസിച്ച് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള പല ആക്ടിവിറ്റികളും ഇൻഡിവിജ്വലും ഗ്രൂപ്പും ഒക്കെ ആയിട്ട് ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ആനന്ദ് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കൃത്യമായിട്ടുള്ളൊരു ഫിസിക്കൽ ട്രെയിനിങ്, റണ്ണിങ്, ഹോഴ്സ് റൈഡിംഗ് ഒക്കെ പോലെയുള്ള ഫിസിക്കൽ ട്രെയിനിങ് ഇവർക്കുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായി 10-15 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഹിമാലയൻ ട്രെക്കിങ്ങും ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ രീതിയിലെല്ലാം മാനസികമായും ശാരീരികമായും എല്ലാം ഒരുപാട് സ്കില്ലുകൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കോഴ്സാണ് ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഫൗണ്ടേഷൻ കോഴ്സിന് ശേഷം സംഭവിക്കുന്നത് ഓരോ സർവീസിലുമുള്ള ആളുകൾ അവരവരുടെ സർവീസ് സ്പെസിഫിക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ തന്നെ ഈ ചാനൽ തന്നെ ചെയ്തിട്ടുള്ള വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. IPSകാർ ഹൈദരാബാദിലുള്ള സർദാർ വല്ലഭായ് പട്ടേൽ അക്കാഡമിയിലേക്ക് പോകുന്നു. ഇന്ത്യൻ ഫോറിൻ സർവീസിലുള്ളവർ ഡൽഹിയിലെ സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ സയൻസ് സർവീസിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഓരോ സർവീസിലുമുള്ള ആളുകൾ അവരവരുടെ സർവീസ് സ്പെസിഫിക് ട്രെയിനിങ്ങിലേക്ക് പോകുമ്പോൾ IASകാരുടെ സർവീസ് സ്പെസിഫിക് ട്രെയിനിങ് നടക്കുന്നതും ഇതേ ലബാസനയിൽ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ IASകാരുടെ സർവീസ് സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ ഫേസ് 1 എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ഒരു 2-3 മാസം എന്ന് പറയുന്നത് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്ലാസ് റൂം സെഷനുകളാണ്. കാരണം ഇവർക്ക് ജോലിയുടെ ഭാഗമായിട്ട് ലീഗലായിട്ടും അല്ലാതെയുമൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. സോ അത്തരം കാര്യങ്ങളിൽ ആഴത്തിലുള്ള അറിവ് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലാസ് റൂം സെഷനുകൾ നടക്കുന്നത്. ഇനി ഇതിന് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം കടന്നു വരുന്നത്. അതിനെയാണ് 45 മുതൽ 60 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഭാരത് ദർശൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളെയും ഇന്ത്യയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളെയും നേരിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഭാരത് ദർശൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഇതൊരു ടൂറാണ്, വെറും ഒരു സൈറ്റ് സീയിങ് ആണ് എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഓരോ സ്ഥലങ്ങളിലും വെറുതെ പോയി ഇത് കാണുകയല്ല, അവിടെയുള്ള വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇവർക്ക് അറ്റാച്ച്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഡൽഹി മെട്രോ, മുംബൈ കോർപ്പറേഷൻ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഓഫീസുകളിലെല്ലാം ഇവരെ അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് കൃത്യമായി ഹാൻഡ്സ് ഓൺ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കുന്നു. ഇനി ഇതിനോടൊപ്പം ഇവർക്കൊരു ആർമി അറ്റാച്ച്മെൻറ്റുമുണ്ട്. ഇന്ത്യയിലെ ഒരു ആക്ച്വൽ ആർമി ഔട്ട് പോസ്റ്റിൽ അവിടുത്തെ സോൾജിയേഴ്സിനൊപ്പം കൃത്യമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ അനുഭവങ്ങളായി മാറുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും ഇന്ത്യ എന്ന രാജ്യത്തെ പൂർണ്ണമായി മനസ്സിലാക്കുകയാണ് ഈ ഭാരത് ദർശൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജിലൂടെ നടക്കുന്നത്. ഇനി ഇതിന് ശേഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കേഡർ ബേസ്ഡ് ട്രെയിനിങ്ങിലേക്ക് ഇവർ പോവുകയാണ്. അതായത് ഇവർ ഏത് കേഡറിലാണോ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ളത് ആ കേഡറിലെ ഒരു ജില്ലയിൽ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ അസിസ്റ്റൻറ്റ് കളക്ടർ അണ്ടർ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റിൽ ഇവർ വർക്ക് ചെയ്യുകയാണ്.
അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സമയത്ത് അവർ ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൻ്റെ കീഴിലല്ല വരുന്നത്, ഇപ്പോഴും അവർ ലബാസിന് ആ അക്കാഡമിയുടെ കൺട്രോളിൻ്റെ കീഴിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള റോൾസോ റെസ്പോൺസിബിലിറ്റീസോ ഒന്നും അവർക്കില്ല. നേരത്തെ പറഞ്ഞ IAS ഉദ്യോഗസ്ഥനെ അസിസ്റ്റ് ചെയ്യുക, അദ്ദേഹം കൊടുക്കുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഓരോ ആഴ്ചയും അക്കാഡമി ഇവർക്ക് ഓരോ ടാസ്കുകൾ കൊടുക്കും. ആ ഒരു ജില്ലയുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ വില്ലേജുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവിടുത്തെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള ചില പഠനങ്ങൾ നടത്തുക, പ്രൊജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഓരോ ആഴ്ചയും ഇവർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു വർഷത്തെ കേഡർ ട്രെയിനിങ് മുന്നോട്ട് പോകുന്നത്. ഇനി ഇതോടൊപ്പം ആ ഒരു കേഡറിൽ ഇവരൊരു IASകാരായി അപ്പോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ താഴെ വരുന്ന ഉദ്യോഗസ്ഥരുടെ പൊസിഷനുകളിലുള്ള അറ്റാച്ച്മെൻറ്റുകൾ ഇവർക്ക് കൊടുക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ തഹസിൽദാർ, ഒരു IAS ഉദ്യോഗസ്ഥൻ്റെയൊക്കെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് തഹസിൽദാർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ജോലി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റുകൾ സഹായിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു വർഷത്തെ കേഡർ ട്രെയിനിങ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇവരുടെ സർവീസ് സ്പെസിഫിക് ട്രെയിനിങ്ങിലെ ഫേസ് 1 എന്ന് പറയുന്നത്. ഇനി ഇവർ ഫേസ് 2ലേക്ക് കിടക്കുകയാണ്. ഫേസ് 2വിന് വേണ്ടിയിട്ട് വീണ്ടും മസൂറിയിലെ ലാബാസനയിലേക്ക് ഇവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തീസിസ് അവർ സബ്മിറ്റ് ചെയ്യണം. ഇതൊരു ഇൻഫോർമൽ കോഴ്സല്ല, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സാണ് അവരവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള തീസിസ് ഇവർ സബ്മിറ്റ് ചെയ്യുന്നു. ഇനി ഇതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട ഒരു ഘട്ടമെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ജോബിലുള്ള ട്രെയിനിങ് ആണ്. കാരണം ഈ ഉദ്യോഗസ്ഥർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മാത്രമല്ല, പല സമയങ്ങളിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ജോലി ചെയ്യും. സോ അവിടുത്തെ ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നത്. അണ്ടർ സെക്രട്ടറി അണ്ടർ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൊസിഷനിലാണ് ഇവർ ജോലി ചെയ്യുന്നത് എന്ന് കാണാം. ഇനി ഇതിന് ശേഷം 2-3 മാസം നീണ്ടു നിൽക്കുന്ന സ്റ്റേറ്റ് സ്പെസിഫിക് ട്രെയിനിങ് ആണ്. ഏത് കേഡറിലാണോ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണോ ഇവരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്, ആ സ്റ്റേറ്റിനെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതത് സ്റ്റേറ്റുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനിങ് ഓഫീസുകളുണ്ടാവും. അവർക്ക് കീഴിൽ 2-3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് നടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടാണ് ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ ട്രെയിനിങ് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഇതോടൊപ്പം ഒരു കാര്യവും കൂടി ഉണ്ട്. ഇതിൻ്റെ എല്ലാം സൈഡ് ബൈ സൈഡായിട്ട് മറ്റൊരു ട്രെയിനിങ് കൂടെ നടക്കുന്നുണ്ട്. ഏത് കേഡറിലാണോ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണോ അവർ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ളത്, ആ സംസ്ഥാനത്തെ ഭാഷ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഫാക്കൽറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഭാഷ പഠിച്ചതിന് ശേഷം ഒരു റിട്ടൺ ടെസ്റ്റും ഒരു ഓറൽ ടെസ്റ്റും ഉണ്ടാവും. ഈ 2 ടെസ്റ്റുകളും പാസ്സായി കഴിയുമ്പോൾ മാത്രമാണ് ഇവർ പ്രൊബേഷൻ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയുള്ളൂ. സോ ഇത്രയും വിപുലമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് IAS ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിൽ ഇവരുടെ ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇവരുടെ യഥാർത്ഥ ജോലിയിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇവരുടെ പോസ്റ്റിങ്ങുകൾ എങ്ങനെയാണ്, ഇവരുടെ ഹയരാർക്കി എങ്ങനെയാണ്, കരിയർ പ്രോഗ്രഷൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ ഇവിടെ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മളൊരു IPSകാരൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ASP, SP, DIG, IG ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷേ IASകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇവർ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യും. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഹോം ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലും ജോലി ചെയ്യും, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജോലി ചെയ്യും. ചില സമയത്ത് സ്പെഷ്യൽ ഡെപ്യൂട്ടേഷനിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ കീഴിൽ വരെ ജോലി ചെയ്യുന്നത് കാണാം. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള പൊസിഷനുകൾ ഇവർ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ഹയറാർക്കി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കോമൺ ആയിട്ട് കാണുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആദ്യത്തെ പോസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ 99% IAS ഉദ്യോഗസ്ഥരുടെയും ആദ്യത്തെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനങ്ങളിലെ, നമ്മുടെ ജില്ലകളെ വിവിധ റവന്യൂ സബ് ഡിവിഷനുകളാക്കി തിരിച്ചിട്ടുണ്ട്. ആ സബ് ഡിവിഷൻ്റെ ചുമതല ഏറ്റെടുക്കുകയാണ്. ആ ഒരു പോസ്റ്റിനെയാണ് നമ്മൾ സബ് കളക്ടർ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ബ്രിട്ടീഷുകാർ ഈ ഒരു പോസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യുന്ന ആളെന്നുള്ള രീതിയിലാണ് ഈ കളക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് വരുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബ്രിട്ടീഷുകാരുടെ കാലത്തെ അത്രയും പ്രാധാന്യം ലാൻഡ് റവന്യൂവിന് ഇപ്പോഴത്തെ കാലത്തില്ല. അതുകൊണ്ട് തന്നെ ലാൻഡ് റവന്യൂ കളക്ഷൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ലാൻഡ് റെക്കോർഡുകളെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി അതുപോലെ തന്നെ ഇവരുടെ കീഴിലുള്ള ഗവൺമെൻറ് ലാൻഡുകൾ, ആ ഗവൺമെൻറ് ലാൻഡുകളുടെ ഉപയോഗമെല്ലാം കൃത്യമായിട്ട് നടത്തുക, അതിൻ്റെ റെക്കോർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതും സബ് കളക്ടർ എന്നുള്ള രീതിയിലുള്ള ഇവരുടെ ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇനി ഇതിന് പുറമെ മറ്റ് പല ഉത്തരവാദിത്തങ്ങളും ഇവർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു റീജിയൻ്റെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, അത് പോലീസിൻ്റെ ഉത്തരവാദിത്തമല്ലേ എന്ന്. പോലീസിനെ പോലെ തന്നെ ഈ IAS ഉദ്യോഗസ്ഥർക്കും ഈ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ പോലീസിൻ്റെയും ജനങ്ങളുടെയും ഇടയിൽ പലപ്പോഴും ഒരു മീഡിയേറ്ററെ പോലെ ഒരു വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. അത് മാത്രമല്ല, പഴയ CRPC അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിത നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള അധികാരങ്ങളും ഇവർക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ തന്നെ ഒരു റയട്ട് അല്ലെങ്കിൽ ഒരു കലാപം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വെടിയുതിർക്കുന്നതിനുള്ള ഓർഡർ കൊടുക്കുന്നതിനുള്ള അധികാരം, അതുപോലെ തന്നെ വലിയ കലാപ സാഹചര്യങ്ങളിലൊക്കെ നിരോധനാജ്ഞ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം, അതുപോലെ തന്നെ റിപ്പീറ്റ്
റിപ്പീറ്റഡ് ഒഫൻഡേഴ്സിനെ വിളിച്ചു വരുത്താനും ബോണ്ട് സൈൻ ചെയ്യിക്കുന്നുള്ള അധികാരം, ഇങ്ങനെ പല തരത്തിലുള്ള അധികാരങ്ങൾ ഇവർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഇതോടൊപ്പം ഇവർക്ക് ക്വാസി ജുഡീഷ്യൽ ആയിട്ടുള്ള ചില അധികാരങ്ങളുമുണ്ട്. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് എന്നിവരെ വിളിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഈ ലാൻഡ് റവന്യൂവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളൊക്കെ ഉയർന്നു വരുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോടതി വിളിച്ചു കൂട്ടുന്നതിനുള്ള അധികാരവും ഇവർക്കുണ്ട്. അങ്ങനെ ഒരു ക്വാസി ജുഡീഷ്യൽ അധികാരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള പലതരത്തിലുള്ള ഡ്യൂട്ടികളും റെസ്പോൺസിബിലിറ്റികളുമാണ് ഇവർക്കുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇവരുടെ ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു ലെവൽ 10 ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ പേ കമ്മീഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ 56,100 രൂപയാണ് ഇവരുടെ ബേസിക് പേ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ DA പോലെയുള്ള മറ്റ് ആനുകൂല്യങ്ങളുമുണ്ട്. മൊത്തത്തിൽ ഒരു ഇൻ ഹാൻഡ് സാലറി ആയിട്ട് പറയുന്നത് 65,000 മുതൽ 70,000 രൂപ വരെയാണ് എന്ന് കാണാം. ഇനി അടുത്തതായിട്ട് ഇതേ ലെവലിൽ ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടോ ഇവർ കൈകാര്യം ചെയ്യുന്ന മറ്റ് പൊസിഷനുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ കരിയർ പ്രോഗ്രഷൻ ഇങ്ങനെ തന്നെ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. സാധാരണയായിട്ട് ഇവർ കൈകാര്യം ചെയ്യുന്ന റോളുകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ക്വാസി ജുഡീഷ്യലായിട്ടുള്ള ഒരു പൊസിഷൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. സാധാരണയായിട്ട് ഇതിന് ശേഷം പോകുന്നത് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് എന്ന് കാണാം. റൂറൽ ഡെവലപ്മെൻറ്റ്, അർബൻ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ട് ചില സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ അഡീഷണൽ കളക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൊസിഷനുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ ജില്ലാ പരിഷത്തിൻ്റെ CEO എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൊസിഷനുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ മുനിസിപ്പൽ കമ്മീഷണർ, കോർപ്പറേഷൻ കമ്മീഷണർ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പൊസിഷനുകളിലേക്കാണ് ഇവർ പോകുന്നത്. ഇവിടെ എല്ലാം ഇവർ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ അധികാരപരിധിയിലുള്ള സ്ഥലങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പാലം പണിയുക, റോഡ് പണിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഇതിനെയാണ് റൂറൽ ഡെവലപ്മെൻറ്റ്, അർബൻ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇവർ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു പൊസിഷനാണ് സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പബ്ലിക് സെക്ടർ കമ്പനികളുടെ വിവിധങ്ങളായിട്ടുള്ള അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള വാട്ടർ അതോറിറ്റി, കയർ ബോർഡ്, ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നത് വിവിധ IASകാരാണ് എന്ന് നമുക്ക് കാണാം. സോ അങ്ങനെയുള്ള പൊസിഷനുകളിലേക്ക് ഇവർ പോകുന്നു. സോ ഇവരുടെ കരിയറിൻ്റെ ആദ്യത്തെ കുറച്ച് കാലഘട്ടങ്ങൾക്കുള്ളിൽ തന്നെ ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു, ക്വാസി ജുഡീഷ്യലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുക്കുന്നു, ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു പബ്ലിക് സെക്ടർ കമ്പനി റൺ ചെയ്യുന്നു. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ജോലി ചെയ്ത് എല്ലാ തരത്തിലുമുള്ള എക്സ്പീരിയൻസ് നേടിയെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതിന് ശേഷമാണ് ഒരു IAS ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു ഡ്രീം പൊസിഷനിലേക്ക് എത്തിച്ചേരുന്നത്. അതാണ് ഒരു ജില്ലയുടെ കളക്ടർ, ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷൻ. അപ്പോൾ ഒരു ജില്ലാ കളക്ടറുടെ അധികാരങ്ങളും റെസ്പോൺസിബിലിറ്റികളും എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാൻഡ് റവന്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ക്വാസി ജുഡീഷ്യലായിട്ടുള്ള അധികാരങ്ങൾ, അവിടുത്തെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതിനു പുറമെ ആ ജില്ലയിലെ എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും മുകളിലുള്ള ചുമതല, എല്ലാ സർക്കാർ സ്ഥാപനങ്ങളുടെയും ചുമതല, സർക്കാർ ഭൂമിയുടെ ചുമതല, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും കൂടെ ചുമതല വഹിക്കുന്ന ആളാണ് ഒരു ജില്ലയുടെ കളക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു IASകാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രീം പൊസിഷനാണ് എന്ന് പറയുന്നത്. ഒരു ലെവൽ 12, ലെവൽ 13 ഗ്രേഡിലേക്ക് എത്തുമ്പോഴാണ് ഇവരൊരു ജില്ലാ കളക്ടറുടെ പൊസിഷനിലേക്ക് എത്തുന്നത്. പല സംസ്ഥാനങ്ങളിലും പല കാലഘട്ടങ്ങളിലാണ് ഒരു IAS ഉദ്യോഗസ്ഥൻ ജില്ലാ കളക്ടറായി മാറുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഈ കളക്ടർ എന്ന പൊസിഷന് ശേഷം IASകാർ കൈകാര്യം ചെയ്യുന്ന അടുത്ത ഒരു പ്രധാനപ്പെട്ട പൊസിഷൻ എന്ന് പറയുന്നത് ഇവരുടെ ലെവലും ഗ്രേഡും എല്ലാം മുകളിലേക്ക് പോയി സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷനിലെത്തുമ്പോഴാണ്. ഇവിടെ വലിയ രീതിയിലുള്ളൊരു മാറ്റം ഇവരുടെ റെസ്പോൺസിബിലിറ്റികളിൽ ഉണ്ടാവുകയാണ്. ഇപ്പോൾ താഴേക്കുള്ള പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഓൾറെഡി അവിടെയുണ്ട്. ഗവൺമെൻറ് ഓൾറെഡി നിർമ്മിച്ച് വെച്ചിരിക്കുന്ന പോളിസി അവരുടെ അധികാരത്തിന് കീഴിലുള്ള സ്ഥലങ്ങളിൽ നടപ്പിലാക്കുക, പോളിസി ഇംപ്ലിമെൻറ്റേഷനാണ് അവരുടെ ജോലി. എന്നാൽ ഒരു സെക്രട്ടറി ലെവലിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ ഇവർ പോളിസി മേക്കിങ്ങിൻ്റെ ഭാഗമാകുന്നു. ഓരോ ഗവൺമെൻറ്റിൻ്റെയും നയരൂപീകരണം നടത്തുന്നത് മന്ത്രിമാരും മന്ത്രിസഭയും ഒക്കെ ആണെങ്കിലും ആ നയരൂപീകരണത്തിൽ മന്ത്രിമാരെയൊക്കെ അസിസ്റ്റ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഒക്കെ ഇവർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു നാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നത് അവിടുത്തെ നിയമസഭകളൊക്കെ ആണെങ്കിലും ആ നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചട്ടങ്ങൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ് ഓർഡറുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്നത് ഈ സെക്രട്ടറിമാരാണ് എന്ന് കാണാം. സോ ഒരു നാടിൻ്റെ നയരൂപീകരണത്തിൽ പോളിസി മേക്കിങ്ങിൽ കൃത്യമായിട്ടുള്ള ഭാഗമാകുക എന്നുള്ളതാണ് ഈ സെക്രട്ടറി അല്ലെങ്കിൽ ആ ഒരു ലെവലിന് മുകളിലേക്കുള്ള IAS ഉദ്യോഗസ്ഥർ ചെയ്തത്. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിൽ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി പോലെയുള്ള റാങ്കിലേക്ക് ഇവർ എത്തിച്ചേരുമ്പോൾ ഒരു സംസ്ഥാനത്തിന് കീഴിലുള്ള വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാരായി ഇവർ മാറുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പുണ്ട്, ആരോഗ്യ വകുപ്പുണ്ട്, ധനകാര്യ വകുപ്പുണ്ട്, ആഭ്യന്തര വകുപ്പുണ്ട്. ഇത്തരത്തിലുള്ള ഓരോ വകുപ്പുകൾക്കും ഒരു സെക്രട്ടറി ഉണ്ടെന്ന് കാണാം. അതിനെയാണ് സെക്രട്ടറി ടു ദ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് ഇവർ എത്താൻ സാധിക്കുകയും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പോളിസി മേക്കിങ്ങിലേക്കൊക്കെ കടക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സെക്രട്ടറിമാരും റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥനെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന IAS ഉദ്യോഗസ്ഥനാണ് അവിടുത്തെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഒരു ലെവൽ 17 പൊസിഷനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇവരുടെ ഒരു കരിയർ പ്രോഗ്രഷൻ ഈ ചീഫ് സെക്രട്ടറിയിലൂടെ അവസാനിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ ഇതിന് മുകളിലേക്കുള്ള പൊസിഷൻസിലേക്ക് പോകാൻ ഇവർക്ക് സാധിക്കും.
ഇപ്പോൾ നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് എന്ന് കാണാം. ആ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സെക്രട്ടറിമാരായിട്ട് വർക്ക് ചെയ്യുന്നത് ഇതേ IAS ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി, അല്ലെങ്കിൽ കേന്ദ്ര ഡിഫൻസ് സെക്രട്ടറി, കേന്ദ്ര ഹോം സെക്രട്ടറി, ഇങ്ങനെയുള്ള പല സെക്രട്ടറിമാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവരെയാണ് സെക്രട്ടറീസ് ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ റാങ്കും സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുടെ റാങ്കും ഒന്ന് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇത്തരത്തിലുള്ള സെക്രട്ടറിമാർ, അതായത് സെക്രട്ടറീസ് ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന IAS ഉദ്യോഗസ്ഥനാണ് ഈ ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതായത് 35 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള, എക്സലൻറ്റ് ട്രാക്ക് റെക്കോർഡൊക്കെ ഉള്ള IAS ഉദ്യോഗസ്ഥന്മാരാണ് പൊതുവേ ഈ ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതൊരു ലെവൽ 18 പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ ബേസിക് സാലറി എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയും ഇവരുടെ ഒരു ഇൻഹാൻഡ് സാലറി ആയിട്ട് പറയുന്നത് 3 മുതൽ 3.5 ലക്ഷം രൂപ വരെയൊക്കെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിലാണ് പൊതുവേ ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ കരിയർ പ്രോഗ്രഷൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, ഇതിങ്ങനെ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, വിവിധ ഗവൺമെൻറ്റുകൾക്ക് കീഴിൽ, വിവിധ തരത്തിലുള്ള പൊസിഷനുകളിൽ ഇവർ മുന്നോട്ട് പോകാറുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, വിവിധ പൊസിഷനുകളിൽ ഇവർ ജോലി ചെയ്യാറുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ഇവർ ജോലി ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ജോലി ചെയ്യുന്നതിനെയാണ് നമ്മൾ പൊതുവെ സെൻട്രൽ ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ഡെപ്യൂട്ടേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു IAS ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഓരോ പൊസിഷൻ അല്ലെങ്കിൽ ഓരോ ലെവലിൽ ജോലി ചെയ്യുമ്പോഴും ആ ജോലിയുടെ ഇത്ര സമയം സെൻട്രൽ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യണമെന്നുണ്ട്. അത് കൃത്യമായിട്ട് പറയാറില്ല. അത് കേന്ദ്ര സർക്കാരുടെയും സംസ്ഥാന സർക്കാരുടെയും ഒക്കെ തീരുമാനത്തിനനുസരിച്ചിട്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിലാണ് ഇവർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ സ്പെഷ്യൽ ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, UN, വേൾഡ് ബാങ്ക്, ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസിലൊക്കെ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പല സമയത്തും ഇവർ ജോലി ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇവരുടെ താല്പര്യം, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും തീരുമാനം, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഡെപ്യൂട്ടേഷനുകൾ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഇവർ ഏത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നു, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു, ഏത് പൊസിഷനിൽ ജോലി ചെയ്യുന്നു എന്നതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇവരുടെ ഡ്യൂട്ടികളും റെസ്പോൺസിബിലിറ്റികളും എല്ലാം മാറിയും മറിഞ്ഞുമിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഈ IAS എന്ന് പറയുന്ന ജോലി വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജോലിയാണ് എന്ന് പറയുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇവിടെ ഉയർന്നു വരുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ IAS ജോലിയെ ഗ്ലാമറസ് ആക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഈ IAS ജോലിയുടെ ഭാഗമായിട്ട് ഇവർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ശമ്പളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 56,100-നും 2.5 ലക്ഷത്തിനും ഇടയിലുള്ള ബേസിക് പേയും മറ്റ് ആനുകൂല്യങ്ങളുമാണ് മോണിറ്ററി ബെനിഫിറ്റായിട്ട് ഇവർക്ക് ലഭിക്കുന്നത്. ഇനി നോൺ മോണിറ്ററി ആയിട്ടുള്ള മറ്റ് ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഇവർ ഏത് സ്ഥലത്ത് ജോലി ചെയ്യുമ്പോഴും മിനിമം ഒരു വാഹനമെങ്കിലും ഗവൺമെൻറ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ വാഹനത്തിൻ്റെ ചിലവുകളെല്ലാം ഗവൺമെൻറ്റാണ് നോക്കുന്നത്. ആ വാഹനത്തിന് ഒരു ഡ്രൈവർ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രശ്നബാധിത മേഖലകളിലാണ് ഇത്തരം ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് പേഴ്സണലായിട്ടുള്ള ഒരു ഗൺമാൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവരുടെ ഓഫീസ് കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് പേഴ്സണലായിട്ടുള്ള ഒരു ക്ലർക്ക് ഉണ്ടാവും. ഇനി ഇതിന് പുറമെ ഇവരുടെ സഹായിയായിട്ടും അതുപോലെ തന്നെ ഇവരുടെ അതോറിറ്റി വിളിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് ഡഫേദാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോലിക്കാരനെ കാണാം. ഇനി ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. ഇവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഗവൺമെൻറ് ഇവർക്ക് താമസ സൗകര്യം, ഇവർക്ക് വീടുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ക്യാമ്പ് ഓഫീസ് എന്നാണ് പലപ്പോഴും ഈ വീടുകളെ അവർ വിളിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ബ്രിട്ടീഷുകാരൊക്കെ പണി കഴിപ്പിച്ചിട്ട് പോയിട്ടുള്ള കളക്ടേഴ്സ് ബംഗ്ലാവുകളിൽ ഇവർ താമസിക്കുന്നത് നമുക്ക് കാണാം. മാത്രമല്ല ഇവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട്, ക്ലീനിങ്, കുക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫിനെയും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണെങ്കിലും നോൺ മോണിറ്ററി ആയിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. മാത്രമല്ല ഇവർക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്നും വലിയൊരു ചെലവ് ഇവർക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു കാര്യവും മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. സോ ഇത്രയും കേട്ടതിൽ നിന്നും IAS എന്ന് പറഞ്ഞിട്ടുള്ളൊരു സർവീസ് എന്താണ്, ആ ഒരു സർവീസിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ കേഡർ അലോക്കേഷൻ, അവരുടെ ട്രെയിനിങ്, അവരുടെ പോസ്റ്റിങ്ങുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അവർക്ക് കിട്ടുന്ന സാലറിയും മറ്റ് ബെനിഫിറ്റ്സും ഒക്കെ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഈ ജോലി ഒരു ഗ്ലാമറസ് ജോലിയും വളരെ സോട്ട് ആഫ്റ്റർ ആയിട്ടുള്ളൊരു ജോലിയുമായി മാറുന്നത്, ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്സുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.